വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുമ മിസ് ആണ്. നമ്മൾ EVS ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്സ് വിത്ത് വാട്ടർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു അതിലെ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ. ദിസ് ചാപ്റ്റർ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അല്ലെ, ഹൗ ആൻ ഒബ്ജെക്ട് സിങ്ക് ആൻഡ് ഫ്ലോട്ട് ഓൺ വാട്ടർ. എങ്ങനെയാണ് ഒരു വസ്തു വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നതെന്നും എങ്ങനെയാണ് ചില വസ്തുക്കൾ മാത്രം വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിസ് ചാപ്റ്റർ ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ സം എക്സ്പെരിമെന്റ്സ് വിത്ത് വാട്ടർ ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് ലിക്വിഡ് ഇൻ എ ബെറ്റർ വേ. അതേപോലെ തന്നെ ഒരു ലിക്വിഡ് എങ്ങനെയാണ് എന്നുള്ളത് ബെറ്റർ വേയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമ്മൾ ഈ ചാപ്റ്റർ സഹായിച്ചിട്ടുണ്ട്. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മൾ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച ഒരു ടോപ്പിക് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു ടോപ്പിക് ആയിരുന്നു. ചില വസ്തുക്കൾ അല്ലെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതെന്താവും, ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒട്ടും കാണാതെയായി പോലെ. ദാറ്റ് മീൻസ് ദേ ആർ ഡിസോൾവിങ്. ചില വസ്തുക്കളോ അവരെന്ത് ചെയ്യുന്നില്ല, ഡിസോൾവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ചില ആളുകൾ മാത്രം അല്ലെ, നമ്മൾ നോക്കുന്ന സമയത്ത് ഉപ്പാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, ഉപ്പ് എന്ത് ചെയ്യും, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആയി പോകുന്നുണ്ട്. പഞ്ചസാരയാണെങ്കിലും അല്ലെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. പിന്നെ അത്ര വേഗത്തിലായില്ലെങ്കിലും അതേപോലെ തന്നെ അല്ലെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഡിസോൾവ് ആവുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെയുള്ള വേറൊരാളാണ് ചോക്ക് പൗഡർ എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ ചോക്ക് പൗഡറോ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ചില ആളുകളുടെ മാത്രം പ്രോപ്പർട്ടിയാണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക എന്നുള്ളത്. എങ്കിൽ നമുക്ക് ആരൊക്കെയാണ് ഡിസോൾവ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഡിസോൾവ് ചെയ്യാത്തത് എന്ന് നോക്കിയാലോ. സോ സെവറൽ തിങ്സ് ഡിസോൾവ് വിത്ത് വാട്ടർ ക്വിക്ലി, സം ടേക്ക് ടൈം ആൻഡ് സം നെവർ ഡിസോൾവ്. അതായത് ചിലര് പെട്ടെന്ന് തന്നെ ഉപ്പ് പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആവും, ചിലരാണെങ്കിൽ ഒട്ടും ഡിസോൾവ് ആവില്ല. മറ്റു ചിലരോ കുറച്ച് സമയം അല്ലെ നമ്മൾ ചൂടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് സ്റ്റിർ ചെയ്യുകയാണെങ്കിലൊക്കെ ഡിസോൾവ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷുഗർ ആണ്. പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ഡിസോൾവ് ചെയ്യുമെന്ന് വെച്ചില്ല അല്ലെ, നമ്മൾ കുറച്ച് സ്റ്റിർ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡിസോൾവ് ബട്ട് ടേക്സ് എ ലോങ് ടൈം. കറക്റ്റ് ആണ് അല്ലെ. ഡസൻ ഡിസോൾവ് അറ്റ് ഓൾ എന്നാണ് 3 കാറ്റഗറിയിൽ കൊടുത്തു. അപ്പൊ നമുക്ക് ആദ്യത്തെ ആയിട്ടുള്ള ഷുഗറിനെ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, സോൾട്ട് ആണ്. നെക്സ്റ്റ് വൺ ഈസ് സോൾട്ട്. സോൾട്ട് നോക്കുമ്പോ അല്ലെ കമ്പാരിറ്റീവ്ലി വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് ടൈം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെ, നോ ലോങ് ടൈം. പെട്ടെന്ന് തന്നെ ക്വിക്ലി ഡിസോൾവ് ചെയ്യുന്ന ആളാണ് സാൾട്ട് എന്ന് പറയുന്നത്. ഇനി ഓയിലിന്റെ കേസ് എന്താണ്, ഓയിൽ ഡിസോൾവ് ആവുന്നുണ്ടോ? ഇല്ല അല്ലെ. ഓയിൽ എന്ത് ചെയ്യുന്നില്ല, ഡിസോൾവേ ആകുന്നില്ല. എപ്പോഴും നമ്മൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ലെയർ ആയിട്ടാണ് ഓയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ചോക്ക് പൗഡറിന്റെ അവസ്ഥ എന്താണ്? ചോക്ക് പൗഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ നന്നായിട്ട് ഹീറ്റ് കൊടുക്കുകയാണെങ്കിലൊക്കെ ഇച്ചിരി ചോക്ക് പാർട്ടിക്കിൾ അല്ലെ വളരെ മൈന്യൂട്ട് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ചെയ്യുന്ന കാണുന്നുണ്ട്. ബട്ട് മേജർലി ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ അല്ലെ എന്താണ്, മെജോറിറ്റി ആളുകളും എന്താണ്, ഇത്തരത്തിൽ ഡിസോൾവ് ചെയ്യാതെ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ചോക്ക് പൗഡർ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തും, നമ്മള് ഡസിൻ ഡിസോൾവ് അറ്റ് ഓൾ എന്നുള്ള കാറ്റഗറിയിൽ ഉപയോഗപ്പെടുത്തും. സോ നിങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, വെള്ളത്തിൽ ലയിക്കാത്തത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസും എന്താണ് നമ്മൾ കാണുന്നത്, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട് അല്ലെ. മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിളിന്റെ അവസ്ഥ എന്താണ്, അവരൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വാട്ടറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അത് വാട്ടറിനെ മാത്രം വിളിക്കുന്ന പേരാണ് കേട്ടോ. എന്താണ്? യൂണിവേഴ്സൽ സോൾവെന്റ്. എന്താ വിളിക്കുക? യൂണിവേഴ്സൽ സോൾവെന്റ്. അപ്പൊ ആരാണ് യൂണിവേഴ്സൽ സോൾവെന്റ്? വാട്ടർ ആണ് യൂണിവേഴ്സൽ സോൾവെന്റ്. എന്തുകൊണ്ടാണ് വാട്ടറിനെ അങ്ങനെ പറയുന്നത്? ബിക്കോസ് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്. സാർവിക ലായകം എന്നാണ് മലയാളം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും ബെറ്റർ ആയിട്ട് ഈ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് മിസ് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.